തീർച്ചയായിട്ടും ഉമ്മാനോട് ഞാൻ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മാക്ക് നല്ലൊരു മരുവോളം തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയും നിങ്ങളുടെ മോനെ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പൊ ഇല്ലാത്ത അപ്പെന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനമൊക്കെ തരട്ടെനിക്ക്. ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റക്കൊരു ഇന്റർവ്യൂവിന് വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തു. ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. രാത്രി 12-1 മണിക്കൊക്കെ കയറി വരിക. അങ്ങനെ ഫോൺ നോണ്ടി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങും. ചിലപ്പോൾ ഫോൺ നോണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്തു നോക്കിയാലാണ് ഇവന്റെ മെസ്സേജുകൾ ഇങ്ങനെ കിടക്കണ്ടല്ലോ. നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത്, എനിക്കതിൽ മരുന്നിട്ട് തരും. അവനെ ഇക്കാന്ന് വിളിക്കും. ഇപ്പൊ മോളിഷ്ടം ഇവനെക്കാട്ടി മൂത്തതാണ്. അപ്പൊ 35-36 വയസ്സായി. മോൻ എത്ര വയസ്സുണ്ട്? 29 വയസ്സ്. ഫസ്റ്റ് വന്നപ്പോ ഒരു പൂജ നടത്തിയിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ആചാരത്തില് അമ്പലത്തിൽ പോയിട്ട് ചെയ്തു. സാത്തനെ കുടി വെക്കുക. ഒരു ഇറുക്കത്ത് കത്തി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും. അതാണ് അവൻ അതിൽ പെട്ട് കിടക്കുന്നത്.